പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലങ്ങളും കൊതിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വളർച്ച പ്രാപിക്കണം, ഉയർച്ച പ്രാപിക്കണം, എനിക്ക് തഴച്ച് വളരണം. അതിന്റെ സമയമായി എന്നൊരു ദൂതാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. 92-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ഹല്ലേലൂയ. 2 സന്ദേശം അവിടെ ഉണ്ട്. നീ തഴയ്ക്കും, നീ വളരും. ആദ്യം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, നീ വളർച്ച പ്രാപിക്കാൻ സമയമായി. ചില വൃക്ഷത്തൈകൾ നമ്മൾ വെച്ചാൽ ചിലത് മുരടിച്ചു പോകും, ചിലത് വാടിപ്പോകും, ചിലതിന്റെ ഇല കൊഴിഞ്ഞു പോകും, ചിലത് ആർത്തിയോടെ വളർന്നു പോകും. ആരെയൊക്കെയോ ദൈവം കാണിക്കുകയാണ്, മുരടിച്ച അനുഭവം, വാടിയ അനുഭവം, ഇല കൊഴിഞ്ഞുപോയ അനുഭവം, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ മാറാൻ പോകും. നിനക്കൊരു മുൻമഴയും പിന്മഴയും കർത്താവ് അയക്കാം. എന്തിനെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ആമീൻ. നീ വളരാൻ സമയമായി. കഴിഞ്ഞ നാളുകളിൽ പലരുടെയും മുമ്പിൽ നീ ചെറുതായിപ്പോയി, നീ ശൂന്യമായിപ്പോയി, നീ ഇല്ലായ്മപ്പെട്ടു പോയി. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു വൃക്ഷത്തിൽ നിന്ന് പുതിയ ശിഖരം പൊട്ടുന്ന പോലെ, പുതിയ മുള പൊട്ടുന്ന പോലെ നീ വളരാൻ സമയമായി. ആരുടെയൊക്കെയോ ലൈഫിൽ ഒരു ആത്മീക വളർച്ച ഉണ്ടാകാൻ പോകും. ഇന്നലകളിൽ ഉള്ള കൃപകളും വരങ്ങളും ഇനിയും വർദ്ധിക്കാൻ പോകും. നിന്നെ മറ്റൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന കാഴ്ച ഈ വചനത്തോട് ബന്ധപ്പെട്ട് കാണുക. ഇനി അടുത്ത തോതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ തഴയ്ക്കും. നീ വളരുക മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നീ തഴച്ചു വളരാൻ പോകും. ഹല്ലേലൂയ. ഒരു വൃക്ഷം തഴയ്ക്കുന്നത് പോലെ, അവന്റെ ഇല പുതുതാകുന്ന പോലെ, ഫലം പുതുതാകുന്ന പോലെ, അതിന്റെ പൂവ് പുതുതാകുന്ന പോലെ ഒരു വലിയ തഴപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോകും. സ്തോത്രം. നിന്റെ ആ മുരടിപ്പെല്ലാം മാറി, ശൂന്യാവസ്ഥ മാറി, വാടിയ അവസ്ഥ മാറി, ദൈവം നിന്നെ ഈ ദിവസങ്ങളിൽ തഴപ്പിക്കാൻ പോവാം. അതിന്റെ കാരണം ആമീൻ, നീ നീതിമാനാണ് എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കീർത്തനം. പറയാം, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജീവിതത്തിന്റെ മുരടിപ്പുകൾ വിട്ട്, ജീവിതത്തിന്റെ വാട്ടവും ശൂന്യതയും വിട്ട് ഈ ദിവസങ്ങളിൽ ഒരു വൃക്ഷം അമ്മ തഴയ്ക്കുന്ന പോലെ തഴച്ച് വളർന്ന് പടർന്ന് പന്തലിക്കാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. കർത്താവേ, അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ വളരാനും തഴയ്ക്കാനും സമയമായി. ഗോഡ് ബ്ലെസ് യു.